നമസ്കാരം. ട്രൂവിഷൻ പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നവീകരിച്ച വടകര മാഹി റെയിൽവേ സ്റ്റേഷനുകൾ യാത്രക്കാരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിച്ചു. വടകര MACT പ്രവർത്തനം നിലച്ചിട്ട് 5 മാസം കഴിഞ്ഞിട്ടും പുതിയ ജഡ്ജിയെ നിയമിക്കാൻ നടപടിയായില്ല. ഒരു കുടുംബത്തിന് വേണ്ടി പാർട്ടിയെ ഉപയോഗപ്പെടുത്തുന്നതാണ് പിണറായി സർക്കാരിന്റെ വികസനമെന്ന് N വേണു. വടകരയിൽ ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന കരിമ്പന പാലത്ത് വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു. 2 ദിവസത്തിനകം വാഹന ഗതാഗതം തിരിച്ചുവിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലുടനീളമുള്ള റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം പ്രകാരം പുനർവികസിപ്പിച്ച വടകര മാഹി റെയിൽവേ സ്റ്റേഷനുകൾ നാടിന് സമർപ്പിച്ചു. വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവീകരിച്ച സ്റ്റേഷനുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ രാജ്യത്തെ റോഡുകൾ, റെയിൽവേകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവ ആധുനികമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വേഗതയിൽ നടന്നിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. KK രമ MLA, ഷാഫി പറമ്പിൽ MP തുടങ്ങിയ ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. പാലക്കാട് ഡിവിഷനിലുള്ള വടകര മാഹി സ്റ്റേഷനുകളുടെ നവീകരണത്തിനായി മൊത്തം 42.08 കോടി രൂപയാണ് വകയിരുത്തിയത്. ഇതിൽ വടകര റെയിൽവേ സ്റ്റേഷനു വേണ്ടി 29.47 കോടി രൂപയും മാഹി സ്റ്റേഷന് വേണ്ടി 12.61 കോടി രൂപയും വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അമൃത് ഭാരത് പദ്ധതി പ്രകാരം ബൃഹത്തായ വികസനമാണ് വടകരയിൽ പൂർത്തിയായത്. അത്യാധുനിക സൗകര്യങ്ങളാണ് സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. 710 മീറ്റർ നീളമുള്ള 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. 8582 സ്ക്വയർ മീറ്റർ പാർക്കിംഗ് സൗകര്യമാണ് വാഹനങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത്. ഇരിപ്പിടങ്ങൾ, കുടിവെള്ളം, വൈദ്യുത വിളക്കുകളും ഫാനുകളും, CCTV ക്യാമറകൾ, കോച്ച് പൊസിഷൻ ഡിസ്പ്ലേ ബോർഡുകൾ തുടങ്ങിയവയെല്ലാം സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ തിരക്ക് ഉൾക്കൊള്ളുന്നതിനായി 2 സ്റ്റേഷനുകളിലെയും ബുക്കിംഗ് ഓഫീസും ടിക്കറ്റ് ഏരിയകളും വികസിപ്പിക്കുകയും നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരക്കേറിയ സമയങ്ങളിലെ തിരക്ക് കുറയ്ക്കുന്നതിനായി അധിക ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. യാത്രാനുഭവം മനോഹരമാക്കാനായി പ്രദേശത്തിന്റെ സാംസ്കാരിക സമ്പന്നതയും കലാപരമായ പൈതൃകവും പ്രതിഫലിപ്പിക്കും വിധം സ്റ്റേഷന്റെ ഉൾഭാഗങ്ങൾ പ്രാദേശിക ചുവർ ചിത്രങ്ങൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ആധുനിക രൂപകൽപ്പനയിൽ നവീകരിച്ച സ്റ്റേഷനുകൾ ലോകോത്തര സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട പ്രവേശനക്ഷമത, മെച്ചപ്പെട്ട യാത്രാ സുഖ സൗകര്യങ്ങൾ എന്നിവ പ്രദാനം ചെയ്യുന്നു. പ്രതിദിനം 20,000-ലധികം യാത്രക്കാർക്ക് സേവനം നൽകുന്ന വടകര റെയിൽവേ സ്റ്റേഷനിൽ നവീകരിച്ച AC, non-AC കാത്തിരിപ്പ് മുറികൾ, മെച്ചപ്പെട്ട റിട്ടയറിംഗ് റൂമുകൾ, ഒരു പുതിയ എക്സലേറ്റർ, പുനർനിർമ്മിച്ച പ്ലാറ്റ്ഫോമുകൾ, പോർച്ച് മുതൽ സ്റ്റേഷൻ വരെയുള്ള പുതിയ വാക്ക് വേ തുടങ്ങിയ സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. വടകര മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ നിശ്ചലമായിട്ട് 5 മാസം കഴിഞ്ഞിട്ടും പുതിയ ജഡ്ജിയെ നിയമിക്കാൻ നടപടിയായില്ല. നിലവിലുള്ള ജഡ്ജി അന്വേഷണ വിധേയമായി സസ്പെൻഷനിലും വടകര MACTയിലെ ജഡ്ജിയെ കോഴിക്കോട്ടേക്ക് മാറ്റുകയും ചെയ്തതാണ് പ്രതിസന്ധിക്ക് കാരണം. വാഹനാപകടത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതരും പരിക്ക് പറ്റിയവരും നഷ്ടപരിഹാരത്തിനായി കാത്തിരിപ്പ് തുടരുകയാണ്. തുടർ ചികിത്സയ്ക്കായി നഷ്ടപരിഹാര സംഖ്യ കാത്തിരുന്നവരുടെ ചികിത്സയും മുടങ്ങി. 5000-ലേറെ കേസുകളാണ് വടകര MACTയിൽ തീർപ്പാക്കാനുള്ളത്. അടിയന്തര പ്രാധാന്യമുള്ള വേറെയും ധാരാളം ഹർജികളുമുണ്ട്. അനിശ്ചിതത്വം നീക്കാവുന്നതാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വടകരയിലെ സീനിയർ അഭിഭാഷകർ TT ദിനേശൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, രജിസ്ട്രാർ എന്നിവർക്ക് നിവേദനം നൽകി. ഒരു കുടുംബത്തിന് വേണ്ടി പാർട്ടിയെ ഉപയോഗപ്പെടുത്തുന്നതാണ് പിണറായി സർക്കാരിന്റെ വികസനമെന്ന് RMPA സംസ്ഥാന ജനറൽ സെക്രട്ടറി N വേണു. എല്ലാ മേഖലയിലും തികഞ്ഞ പരാജയം കാഴ്ചവെച്ച സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി ഒഴിവാക്കുകയാണ്. സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ നിലച്ചുവരികയാണെന്നും വേണു കുറ്റപ്പെടുത്തി. UDFന്റെ നേതൃത്വത്തിൽ പുറമേരിയിൽ നടന്ന കരിദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. K. സൂപ്പി അധ്യക്ഷത വഹിച്ചു. പാറയ്ക്കൽ അബ്ദുള്ള,
പ്രമോദ് കക്കട്ടിൽ, CK നാസർ, T കുഞ്ഞിക്കണ്ണൻ, VP കുഞ്ഞമ്മദ്, KM സമീർ, P ശ്രീലത, റീത്ത കണ്ടോത്ത്, ഷംസു മഠത്തിൽ, കല്ലിൽ ബീന, മജീദ് കപ്പിക്കണ്ടി, AP മുനീർ എന്നിവർ പ്രസംഗിച്ചു. കനത്ത മഴയിൽ വടകരയിൽ ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന കരിമ്പന പാലത്ത് വെള്ളം കയറുന്നതിന് പരിഹാരമാകുന്നു. പാലം നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഇവിടെ നിലവിൽ കിഴക്കുഭാഗത്ത് പണി പൂർത്തിയായിട്ടുണ്ട്. 2 ദിവസത്തിനകം ഈ പാലത്തിലൂടെ വാഹന ഗതാഗതം തിരിച്ചുവിടും. പാലത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് താൽക്കാലിക റോഡും ഇതോടൊപ്പം നിർമ്മിക്കും. നിലവിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് പൊളിച്ചു മാറ്റി വെള്ളം സുഗമമായി ഒഴുകിപ്പോകാനുള്ള നടപടിയും സ്വീകരിക്കും. CPIM ജില്ലാ സെക്രട്ടറി അംഗം C ഭാസ്കരന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് നിർമ്മാണ കമ്പനി പ്രതിനിധികളുമായി സംസാരിച്ചാണ് പരിഹാരമുണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് വടകര പുതിയ ബസ് സ്റ്റാൻഡ്, പാർക്ക് റോഡ്, നാരായണ നഗരം, കണ്ണങ്കുഴി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി കരിമ്പന പാലത്ത് നടക്കുന്ന ഓവുചാൽ നിർമ്മാണ പ്രവൃത്തിയാണ് വെള്ളം കെട്ടി നിൽക്കുന്നതിന് കാരണമായത്. കരിമ്പനത്തോട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് താൽക്കാലികമായി നിർമ്മിച്ച ദേശീയപാതയുടെ അരികുവശം മണ്ണിടിച്ചിൽ ഭീഷണിയിലായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മണ്ണുമാന്തി ഉപയോഗിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കിയാണ് കഴിഞ്ഞ ദിവസം താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയത്. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ M ബിജു, VK ബിനു, P ഗിരീശൻ, KK ബിജു, അദാനി ഗ്രൂപ്പ് പ്രതിനിധി സാരംഗ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല. നല്ലൊരു വാർത്താ സന്ധ്യയുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം. ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം. ഹാപ്പി വെഡിംഗ് കല്ലാച്ചി. ഫോൺ 9526 477 466.